ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഇന്ന് രാവിലെ വിശദമായ ചോദ്യം DIG എറണാകുളം മെയിൻ സതീഷ് ബിനു സാറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരുന്നു. നമ്മുടെ ഇത് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ബാക്കിയെല്ലാം ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. ഈ സമയത്ത് കൂടുതൽ പറയാൻ പറ്റിയിട്ടില്ല. ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിൽ ബാധിക്കാവും. സർ, കണ്ണൂർ കേസിൽ 7ഓളം പ്രതികളുണ്ട്. കണ്ണൂർ ഡിഫറെൻറ്റ് കേസ്, ഇവിടെ എറണാകുളം ഡിഫറെൻറ്റ് കേസ്. കൂടുതൽ പ്രതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വേറെ വേറെ കുറേ പരാതി ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടോ, കുറേ പരാതി NGO വഴി കിട്ടിയിട്ടുണ്ട്. സോ അതിനകത്ത് ഇതുവരെ ഏകദേശം 15 FIR രജിസ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ 15 FIRൽ അറൗണ്ട് 200 പരാതിക്കാരുണ്ടാവും. കാരണം ഒരു NGO, പ്രത്യേകിച്ചും ഒരു കുന്നത്തനാട്ടിൽ ഒരു NGOന് നമുക്ക് ഏകദേശം 130 ആൾക്കാരുണ്ട് പരാതി. ഒരു സിംഗിൾ FIR ഉണ്ടായിരുന്നു. സോ ഏകദേശം അറൗണ്ട് 200 ആൾക്കാരുടെ പരാതി ഈ 15 FIRൽ തന്നെ. ഇപ്പോൾ ഈ സമയത്ത് പങ്കിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ആംഗിൾസ് ഓപ്പൺ ആണ് ഇൻവെസ്റ്റിഗേഷനിൽ. ഇത് എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശക്തമായ നടപടി ഉണ്ടാവും. കമ്പനികളുടെ പേര് ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കാണാൻ പറ്റുന്നുണ്ടോ? CSR ഫണ്ട് ഏതെങ്കിലും കമ്പനി? അങ്ങനെയൊന്നും ഇതുവരെ കാണുന്നില്ല. ഈ ആരെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഇപ്പോൾ NR ആണെങ്കിലും എല്ലാ ഇൻവെസ്റ്റിഗേഷനിൽ തീരുമാനിച്ചിട്ടുണ്ടോ നമ്മളവരാരെങ്കിലും? എല്ലാ ഇൻവെസ്റ്റിഗേഷനിൽ പുറത്ത് കൂടുതൽ പ്രതികളുണ്ടാവും അല്ലേ? സാധ്യത ഉണ്ടോ? ഇപ്പോൾ കാരണം വേറെ വേറെ FIRൽ വേറെ വേറെ ആൾക്കാരുടെ പേരുണ്ട്. അത് ചില ആൾക്കാർ ഇത് ഈ മീഡിയേറ്റർ ആയിട്ടുള്ള NGOമാരുടെ ആംഗങ്ങളിലാണ്. പക്ഷേ ഡയറക്റ്റ് മെയിൻ പ്രതി അനന്തു കൃഷ്ണൻ തന്നെയാണ് ഈ എല്ലാ FIRലും അക്യൂസ് ഉണ്ട്. താങ്ക് യു.